ദി പെന്തിക്കോസ്ത് മിഷൻ TPM സഭയും മറ്റ് പ്രധാന പെന്തിക്കോസ്ത് സഭകളും, അതായത് IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൻ, അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങിയ സഭകൾ തമ്മിൽ ഉള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണ് എന്ന് ഈ എപ്പിസോഡിൽ ചുരുക്കമായി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡുകളിൽ ആവശ്യമെങ്കിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവതരിപ്പിക്കാം. പ്രധാനമായും ജലസ്നാനത്തോടുകൂടി മാത്രമേ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ എന്ന് TPM പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷ വേലക്കാർ സകലവും വിട്ടവരും ഭൗതിക സ്വത്തുക്കൾ വിറ്റവരുമായിരിക്കണമെന്നും അവർ പഠിപ്പിക്കുന്നു. സുവിശേഷ വേലക്കാർ വിവാഹം കഴിച്ചവരായിരിക്കരുത്. സുവിശേഷ വേലക്കാർക്ക് സ്വകാര്യ സമ്പാദ്യം പാടില്ല. സുവിശേഷ വേലക്കാർ വെള്ള വസ്ത്രം മാത്രമേ ധരിക്കാവൂ. കർത്താവിൻ്റെ മണവാട്ടി വിവാഹം കഴിക്കാത്ത സുവിശേഷ വേലക്കാരത്രേ. വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം മറ്റു പെന്തക്കോസ്തുകൾ സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. മറ്റു പെന്തക്കോസ്തു സമൂഹങ്ങളെ പോലെ ഇവിടെ തെരഞ്ഞെടുപ്പും കമ്മിറ്റിയും ഇല്ല. ബൈബിൾ സ്കൂളുകൾ ഇല്ല. ദൈവിക രോഷാഗന്തിയിൽ ആണ് ഇവർ വിശ്വസിക്കുന്നത്. സഭയുടെ പരമാധികാരി ചീഫ് പാസ്റ്ററാണ്. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാഭിഷേകവും വിശുദ്ധ ജീവിതവും ഉള്ളവർ മാത്രമേ കർത്താവിൻ്റെ രഹസ്യ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നു. അഭിഷിക്ത ശുശ്രൂഷകളെ മാത്രമേ ഇവർ അംഗീകരിക്കുന്നുള്ളൂ. ഈ 13 കാര്യങ്ങളാണ് പ്രധാനമായും ഇവരും മറ്റ് പെന്തിക്കോസ്ത് സഭകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ.